ലേക്കും നമ്മൾ ആറാമത്തെ പാരഗ്രാഫ് തുടങ്ങാണ്. എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ എയർപ്ലെയിൻ, അതായത് ഫ്ലൈറ്റിൽ കയറി ഇങ്ങനെ പോകാനുള്ള ടിക്കറ്റൊക്കെ എടുത്തു എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം ഓരോരോ കാഴ്ചകൾ കാണാണ്. ഞാൻ കാണുന്നു അറ്റ് ദി ഫ്ലൂട്ട് സെല്ലർ, ഒരു ഫ്ലൂട്ട് സെല്ലർ, അതായത് വാദ്യങ്ങൾ വിൽക്കുന്ന ആളെ ഞാൻ കാണുന്നു. സ്റ്റാൻഡിങ്, അദ്ദേഹം നിൽക്കുന്നതായിട്ട് ഇൻ എ കോർണർ ഓഫ് ദി സ്ക്വയർ, അതായത് ഒരു സ്ക്വയറിൻ്റെ മൂലയിൽ അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. അതെവിടെയുള്ള നിയർ ദി ഹോട്ടൽ, അദ്ദേഹം ഭക്ഷണം കഴിക്കാനേറിയ ആ ഹോട്ടലിനടുത്തുള്ള ഒരു സ്ക്വയറിൻ്റെ മൂലയിൽ അദ്ദേഹം എന്താക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. ഇൻ ഹിസ് ഹാൻഡ്, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് ഇസ് എ പോൾ, ഒരു കൈക്കോൽ, അതായത് ഒരു നീളത്തിൽ ഒരു വടി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അതും എങ്ങനെ വിത്ത് ആൻ അറ്റാച്ച്മെൻറ്റ് അതും ഒരു ബന്ധത്തോടു കൂടെ, അതായത് അവിടെ അതും എവിടെ, അറ്റ് ദി ടോപ്പ്, മുകളിൽ, അതായത് ആ കൈക്കോലിൻ്റെ മുകളിൽ ഒരു ബന്ധമുണ്ട്. ഫ്രം വിച്ച്, ഏതിൽ നിന്നാണോ 50 or 60 ബാൻസുരീസ്, അതായത് 50 or 60 ബാൻസുരികൾ, അതായത് ബാൻസുരി വാദ്യങ്ങൾ പ്രൊട്രൂഡ്, അതിങ്ങനെ തള്ളി നിൽക്കുന്നു ഇൻ ഓൾ ഡയറക്ഷൻസ്, എല്ലാ ഭാഗത്തേക്കുമായിട്ടും. അതായത് ആ വടിയുടെ മുകളിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മാതിരി ചുറ്റും കുറേ ഫ്ലൂട്ടുകൾ, ബാൻസുരീസ് എന്ന് പറയുന്ന ഒരു വാദ്യങ്ങൾ, ഒരുപാട് വാദ്യങ്ങൾ, എന്താ പറയുക, കുയലുകൾ, അതൊക്കെ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ തൂക്കി വെച്ചതായിട്ടല്ല, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള ഒരു കൈക്കോലും പിടിച്ചിട്ടാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത്. മാത്രമല്ല ഏതുപോലെ, ലൈക്ക് ദി കിൽസ് ഓഫ് എ പോർക്യുപൈൻ, അതായത് മുള്ളുകൾ പോലെ, ഓഫ് എ പോർക്യുപൈൻ എന്ന് പറഞ്ഞാൽ മുള്ളംപന്നിൻ്റെ മുള്ള് പോലെ ആ വടിയുടെ മുകളിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഓരോ കുഴൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുത്തി നിൽക്കുന്നതായിട്ട്. മാത്രമല്ല ആ വടികളൊക്കെ എങ്ങനത്തതാണ്, ദേ ആർ ഓഫ് ബാംബു, അത് മുളകളുടേതാണ്. മാത്രമല്ല ദർ ആർ ക്രോസ് ഫ്ലൂട്ട്സ് ഉണ്ട് അവിടെ, ആൻഡ് റെക്കോർഡുകളും അതൊക്കെ ഉണ്ട്. അങ്ങനത്തെ പലതരം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. എന്നാലോ ഫ്രം ടൈം ടു ടൈം, ഒരു സമയം മുതൽ മറ്റേ സമയം വരെ, ഹി സ്റ്റാൻഡ്സ്, അദ്ദേഹം എന്താക്കുന്നു, നിർത്തുന്നു ദ പോൾ, ആ വടിയെ, ഓൺ ദി ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടിൻ്റെ മേലെ, അതായത് അദ്ദേഹം ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചിട്ട് നിലത്തിങ്ങനെ കുത്തി വെക്കലാണ് അതിൻ്റെ പണി. മാത്രമല്ല സെലക്ട്സ് എ ഫ്ലൂട്ട്, ഒരു വാദ്യം അദ്ദേഹം എന്താക്കുന്നു, എടുക്കുന്നു. എന്നിട്ടോ ആൻഡ് പ്ലേസ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ്, എന്നിട്ട് അല്പസമയം അതെന്താക്കുന്നു, അത് വായിക്കുകയും ചെയ്യുന്നു. ദ സൗണ്ട് റൈസസ് ക്ലിയർലി, അദ്ദേഹം വായിക്കുന്ന അതിലുള്ള സൗണ്ട് വരുന്ന വളരെ വ്യക്തമായിട്ടാണ്. അബവ് ദി നോയ്സ് ഓഫ് ദി ട്രാഫിക്കിൻ്റെ ശബ്ദത്തിനേക്കാളും ആയിട്ട്, മുകളിലായിട്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദം വളരെ ക്ലിയറായിട്ട് വ്യക്തമായിട്ട് അതിങ്ങനെ ഉയരുന്നു. മാത്രമല്ല ഹൗക്കേഴ്സ് എന്ന് പറഞ്ഞാൽ വൈക്കച്ചവടക്കാരുടെ അട്ടഹാസം, ഒച്ചപ്പാടുകളൊക്കെ അതിനും മുകളിലായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇങ്ങനെ ഉയർന്നു പോകുന്നതെന്ന് പറയുന്നത്. മാത്രമല്ല ഹീ പ്ലേസ് സ്ലോലി, അദ്ദേഹം എന്താകുന്നു, വളരെ സാവധാനത്തോടെ അദ്ദേഹം വായിക്കുന്നു. മാത്രമല്ല മെഡിറ്റേറ്റീവ്ലി, വളരെ ചിന്തയോടെയുമാണ് അദ്ദേഹം വായിക്കുന്നത്. വിത്തൗട്ട് എക്സസീവ് ഡിസ്പ്ലേ, അതും ഇങ്ങനെ അധികമായ പ്രദർശനമൊന്നുമില്ല, വളരെ എല്ലാവർക്കും മനസ്സിൽ തറച്ചു നിൽക്കുന്ന രീതിയിലുള്ള വളരെ സാവധാനവും പിന്നെ വളരെ മെഡിറ്റേറ്റീവായിട്ടും അദ്ദേഹം ഇങ്ങനെ വായിക്കുന്നു. ഹി ഡസ് നോട്ട് ഷൗട്ട് ഔട്ട് ഹിസ് വേഴ്സ്, അദ്ദേഹം അട്ടഹസിക്കുന്നില്ല, അതായത് അലമുറയിട്ടുകൊണ്ട് വിൽക്കുന്നില്ല ഹിസ് വേഴ്സ്, അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ, അതായത് വരുന്നവരോട് വാങ്ങൂ അങ്ങനെ ഒച്ചടൊന്നുമില്ല. അദ്ദേഹം ഒരു മൂലക്കൽ നിന്നിട്ട് അദ്ദേഹം എന്താക്കുന്നു, തൻ്റേതായ രീതിയിൽ ഒരു ഫ്ലൂട്ട് എടുത്തിട്ട് വളരെ മനോഹരമായിട്ട് ഇങ്ങനെ വായിച്ച് കേൾപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. മാത്രമല്ല അദ്ദേഹം ഇങ്ങനെ വിൽക്കാൻ വേണ്ടി അലമുറ ഇടുന്നൊന്നുമില്ല. ഒക്കേഷനലി, ഇടയ്ക്കിടെ ഹി മേക്സ് എ സെയിൽ, അദ്ദേഹം ഒരു കച്ചവടം നടത്തുന്നു. മേക്ക് സെയിൽ എന്ന് പറഞ്ഞാൽ വിൽക്കുക, കച്ചവടം നടത്തുക. പക്ഷേ അദ്ദേഹം ഇങ്ങനെ വിളിച്ചിങ്ങനെ വാക്കുന്നില്ല. പക്ഷേ പക്ഷേ ഒരു ശ്രദ്ധാപൂർവം, ജിജ്ഞാസയോടെ, ഓഫ് ഹാൻഡഡ് വേ, അദ്ദേഹം എന്താകുന്നതുണ്ട്, മുൻകൂട്ടി ആലോചിച്ചൊരു വഴിയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. ആസ് ഇഫ് ദിസ് വേർ ഇൻസിഡൻ്റൽ, ആയതുപോലെ ദിസ് വേർ ഇൻസിഡൻ്റൽ ടു, അത് അവിചാരിതമായിരുന്നതുപോലെ, ടു ഹിസ് എൻ്റർപ്രൈസ്, അദ്ദേഹത്തിൻ്റെ സംരംഭത്തിലേക്ക്. അതായത് അദ്ദേഹത്തിൻ്റെ സംരംഭത്തിൽ അവിചാരിതമായിട്ട് ഇങ്ങനെ ആൾക്കാർ വന്ന് വാങ്ങിപ്പോവാണ്, അല്ലാതെ അദ്ദേഹം എന്താക്കല്ല വാങ്ങാനായിട്ട് എല്ലാവരോടും അലമുറയിടുന്നൊരു സ്വഭാവമൊന്നല്ല അദ്ദേഹം കാണിക്കുന്നത്. സംടൈംസ്, ചിലപ്പോൾ ഹി ബ്രേക്സ് ഓഫ് പ്ലൈയിങ്,
ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ വായന നിർത്തുന്നു. ടു ടോക്ക് ടു ദി ഫ്രൂട്ട് സെല്ലർ, അടുത്തുള്ള പഴക്കച്ചവടക്കാരോടൊക്കെ സംസാരിക്കാൻ വേണ്ടി അദ്ദേഹം നിർത്തുന്നു. ഐ ഇമാജിൻ, എനിക്ക് തോന്നുന്നു, ഞാൻ സങ്കല്പിക്കുന്നു, ദാറ്റ് എന്തെന്നാൽ ദിസ് ഹാസ് ബീൻ ദി പാറ്റേൺ, ഇതൊരു രീതിയാണെന്ന്, ഓഫ് ഹിസ് ലൈഫ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു രീതിയാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 4 years, വർഷങ്ങളോളമായിട്ട് അദ്ദേഹം ഇങ്ങനെ തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ സാധനങ്ങളെല്ലാം വിൽക്കുന്നതെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മളിന്ന് ഇത്ര എടുക്കുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഉഷാറാക്കി എടുക്കാം. അസ്സലാമു അലൈക്കും.